ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ ഇപ്പോൾ നമ്മുടെ സുരക്ഷാ സേന ഒരു വയർലെസ് വയർലെസ് സിഗ്നലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. അതിർത്തിയിൽ നിന്നും നമ്മുടെ പശ്ചിമ ബംഗാളിലേക്കടക്കമുള്ള വടക്ക് കിഴക്കടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും വയർലെസ് സിഗ്നലുകൾ എത്തുന്നുണ്ട് എന്നാണ് നമ്മുടെ സുരക്ഷാ സേന കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇത് ഒരു ഭീകരവാദ പ്രവർത്തനമാണോ എന്നാണ് നമ്മുടെ സുരക്ഷാ സേന ഇപ്പോൾ വിലയിരുത്തുന്നത്. പാകിസ്ഥാനാണ് ഇതിൻ്റെ പിന്നിൽ എന്ന റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സിഗ്നലുകൾ വരുന്നത് അറബി ഭാഷയിലാണ്, ഉറുദു ഭാഷയിലാണ്, ബംഗാളി ഭാഷയിലാണ്. ഈ 3 ഭാഷയിലും ഈ സിഗ്നലുകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സുരക്ഷാ സേന വിലയിരുത്തുന്നത് നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ ISIയുടെ സാന്നിധ്യമാണ്. അവർ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നമ്മുടെ സുരക്ഷാ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് പാകിസ്ഥാന്റെ ISIയുടെ ഈ സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അത് വലിയ ഭീഷണിയായി മാറും എന്നും നമ്മുടെ സുരക്ഷാ സേന നിലവിൽ പറയുന്നുണ്ട്. പശ്ചിമ ബംഗാൾ മേഖലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് ISI എന്ന് പറയുന്ന ചാര സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതിൻ്റെ സുപ്രധാനമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ നമ്മുടെ സുരക്ഷാ സേനയുടെ കയ്യിൽ ഈ സിഗ്നലുകളായി ലഭിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യക്കുള്ളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ISI ബംഗ്ലാദേശിലെ തീവ്രവാദ ഘടകങ്ങളുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പോരാത്തതിന് അവിടെയുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെ തീവ്രവാദ പരിശീലനം നടത്തുന്നുണ്ട്. അതായത് ISI നേരിട്ട് തീവ്രവാദ പരിശീലനം അവർക്ക് നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര ബന്ധം വർഷങ്ങൾക്ക് ശേഷം പുനഃസ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് പാകിസ്ഥാൻ പട്ടാളം നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിൽ കാലുകുത്തിയിരിക്കുന്നു. ISI അടക്കമുള്ളവർ, ISIയുടെ വലിയ വലിയ മേധാവികൾ നമ്മുടെ ചിക്കൻ നെക്കായിട്ടുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആ ചിക്കൻ നെക്ക് സിലിഗുരി കോറിഡോറിന് അടുത്ത് ബംഗ്ലാദേശിലെ ഒരു ഗ്രാമത്തിൽ തമ്പടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കേട്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സിഗ്നലുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നത്. ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ ഉറുദു ഭാഷ, അറബി ഭാഷയിൽ നിന്നുള്ള റേഡിയോ സിഗ്നലുകളാണ് വരുന്നത്. ISI ഭീകര ക്യാമ്പുകൾ നടത്തുന്നു, തീവ്രവാദികളുമായി സഹകരിക്കുന്നു, റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നുവെന്നും നമ്മുടെ സുരക്ഷാ സേന വിലയിരുത്തുന്നുണ്ട്. ബംഗ്ലാദേശിലെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യം ISI പോലുള്ള ഇന്ത്യ വിരുദ്ധ ഏജൻസികൾക്ക് അവരെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയായി മാറുന്നു. സാധ്യതയുള്ള ഭീഷണികളെ നേരിടാൻ അതിർത്തി നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സേനകൾ എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.